ഒരിക്കൽ കാന്തപുരം AP അബൂബക്കർ ഉസ്താദിനോട് ഒരു മാധ്യമപ്രവർത്തകൻ ചോദിക്കുകയുണ്ടായി, ഒരു പുരുഷന്റെ വിജയത്തിന് മുന്നിൽ ഒരു സ്ത്രീ ഉണ്ടായിരിക്കുമല്ലോ, അങ്ങയുടെ വിജയങ്ങൾക്ക് പിന്നിലെ സ്ത്രീ ആരാണെന്ന്. മാധ്യമപ്രവർത്തകൻ ഉദ്ദേശിച്ച ഉത്തരം ഉസ്താദിന്റെ ഉമ്മയോ ഭാര്യയോ എന്നതായിരുന്നു. കൃത്യമായ ഉസ്താദിന്റെ മറുപടി വന്നു, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ. ഇസ്ലാമിക വീക്ഷണങ്ങളിൽ ലവലേശം പിന്നോട്ടില്ലാതെ ഉസ്താദിന്റെ നിലപാടും സംസാരവും വായിൽ നിന്ന് വരുന്ന മൊഴികളുമൊക്കെ കൃത്യമായിരുന്നു. ഏതെങ്കിലും ഒരു പത്രസമ്മേളനത്തിലോ മറ്റുള്ളവർക്ക് നൽകുന്ന ഉപദേശങ്ങൾക്ക് മുന്നിലോ ഉസ്താദ് ആ വാക്കുകൾ തിരിച്ചെടുക്കേണ്ട ഒരു അവസ്ഥ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നത് ഞങ്ങളെപ്പോലെയുള്ള അനുയായി വൃന്ദങ്ങൾക്ക് വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഇന്ന് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദ് ചെയ്തു എന്ന സന്തോഷകരമായ വാർത്ത കേരളം കൊണ്ടാടുമ്പോൾ ഉസ്താദിനെ കുറിച്ച് ഒരു അല്പകാര്യം മാത്രം ഞാൻ പറഞ്ഞു നിർത്താം. എന്നും 1500ഓളം വരുന്ന പ്രായപൂർത്തി എത്താത്ത മക്കൾക്ക് വാപ്പയാണ് ഉസ്താദ്. 10,000-കണക്കിന് വരുന്ന ശിഷ്യന്മാർക്ക് മഹാഗുരുവാണ് ഉസ്താദ്. ലക്ഷക്കണക്കിന് വരുന്ന അനുയായി വൃന്ദങ്ങൾക്ക് വലിയ നേതാവാണ് ഉസ്താദ്. അറബ് രാജ്യങ്ങളുമായി വിദ്യാഭ്യാസ നയബന്ധങ്ങൾ രൂപീകരിച്ച വലിയ സൗഹൃദ വലയമുള്ള ഒരു മഹാമനീഷിയാണ് നമ്മുടെ മുന്നിൽ കാന്തപുരത്ത് ജനിച്ച കേരളക്കരയിൽ താമസിക്കുന്ന നമ്മുടെ അഭിമാനമായ സുൽത്താനുൽ ഉലമ, ഖമറുൽ ഉലമ, അബുൽ ഐതാം ഷെയ്ഖ് അബൂബക്കർ അഹമ്മദ്. സന്തോഷത്തോടും സ്നേഹത്തോടും എല്ലാവരും അഭിസംബോധന ചെയ്ത ഉസ്താദ് അവർകൾ. 2012 മാനവികതയെ ഉണർത്തുന്നു എന്ന ശീർഷകത്തിൽ കാന്തപുരം ഉസ്താദ് നടത്തിയ കേരള യാത്രയാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. പണ്ടാരോ പാടി ഉള്ളും പുറവും വെളുത്ത നിറം എന്ന് പറഞ്ഞത് വളരെ കൃത്യമാണ്. അദ്ദേഹം നടത്തുന്ന അജണ്ടയും അദ്ദേഹത്തിൻ്റെ ജീവിത രീതിയും ഒന്ന് തന്നെയാണെന്ന് തെളിയിക്കുന്ന ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. ഉസ്താദിൻ്റെ അനുയായി എന്ന രീതിയിൽ അദ്ദേഹത്തെക്കുറിച്ച് വലിയ മദ്ഹ് പറഞ്ഞ് നിങ്ങളുടെ മുന്നിലേക്ക് എത്താൻ മാത്രം അല്ല ഞാൻ വന്നത്, ഇത് പറയാതെ വയ്യ എന്നതുകൊണ്ട് മാത്രമാണ്. നല്ല നമസ്കാരം.